തിരുവനന്തപുരം തമ്പാനൂരിൽ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ കാണാതായി എന്നൊരു വാർത്ത വരുന്നുണ്ട്. മാരായമുട്ടം സ്വദേശി ജോയിക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. അർച്ചന രവീന്ദ്രൻ, എപ്പോഴാണ് ഈ ജോയിയെ കാണാതായത്? എനിക്ക് തോന്നുന്നു വലിയ ഒഴുക്കിപ്പോൾ അവിടെ ഇല്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വലിയ ആഴമുള്ള സ്ഥലമാണോ അത്? അതേ അരുൺ, ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം തമ്പാനൂരിലുള്ള ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നാണ് ഒരാളെ കാണാണ്ടായത്. മാരായമുട്ടം സ്വദേശി ജോയിയെയാണ് കാണാതായത്. ഈ ഒരു വേസ്റ്റുകളെല്ലാം വൃത്തിയാക്കുന്നതിനിടെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ഇദ്ദേഹം മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഈ ആമയിഴഞ്ചാൻ തോട്ടിലടക്കം ഒരുപാട് വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകളെല്ലാം ഏകദേശം മഴക്കാലത്താണ് നന്നാക്കുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെ നന്നാക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം ഇതിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വീഴു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം എത്തി ഇപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നമ്മുടെ കൂടെ പ്രദേശവാസി ഒരു അയാളെ വന്നിട്ട് ഒരു 8-8:30 മണിയായപ്പോഴത്തേക്ക് പണിക്കിറങ്ങിയിട്ട് വന്ന് പിന്നെ കുറച്ചുകൂടെയൊക്കെ വേസ്റ്റൊക്കെ ഇങ്ങനെ വാരി വന്നിട്ട് അപ്പോഴേ പെട്ടെന്ന് മഴ പെയ്തു. ആ മഴയത്ത് ഇങ്ങനെ വെള്ളം ഓവറായിട്ട് ഇങ്ങനെ കൂടിയപ്പോഴേ ആ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നു പിടിച്ച് കയറാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോഴത്തേക്ക് ഈ മഴ വന്ന് നല്ലതുപോലെ വെള്ളം അങ്ങ് കയറിയപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ ഈ പുള്ളിക്ക് ഇങ്ങനെ പിടിച്ച് കയറാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നേരെ പോയി. അപ്പോൾ നല്ലപോലെ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് കയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും പറ്റില്ല. അതിൻ്റെ അടിയിൽ കൂടെ താന്ന് നേരെ അങ്ങ് അതിൻ്റെ അടിയിലോട്ട് പോയി. ഒരു 10 മണിയാവും, ഏകദേശം 10 മണിയൊക്കെ ആവും. ഏകദേശം 10 മണി. നമുക്കറിയാം ഇവിടെയുള്ള വേസ്റ്റ് അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, ഈ ആമയിഴഞ്ചാൻ വേസ്റ്റ് അടക്കം. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല? അതെല്ലാം പറയുന്നുണ്ട്. അവർ വാരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവർ വാരുന്നുണ്ട്. JCB കൊണ്ടുവന്ന് വാരുന്നുണ്ട്. അവിടെ കൈ കൊണ്ട് വരാൻ പറ്റുള്ളൂ, കൈ കൊണ്ട് വരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്തത്. ഏകദേശം നല്ലൊരു ശക്തമായ മഴ തന്നെയായിരുന്നു. മഴ നല്ല മഴയായിരുന്നു. ആ മഴയത്താ ഇതിങ്ങനെ പെട്ടെന്ന് വെള്ളം അങ്ങ് വലുതായിട്ട് അങ്ങ് കൂടിയപ്പോഴത്തേക്ക് ഒരു പിടിച്ചു കയറാനുള്ള ഇത് കിട്ടിയിട്ടില്ല. അതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോയത്, അടിയിൽ കൂടെ അങ്ങ് പോയി. എന്തായാലും ഒരു ശക്തമായ മഴ കഴിഞ്ഞ കുറച്ച് മണിക്കൂർ മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ വീണ് അല്ലെങ്കിൽ വഴുതി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫയർഫോഴ്സിനടക്കം നേതൃത്വത്തിൽ അത്ര ഒഴുക്കുണ്ടോ? ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പ്രദേശത്ത് അത്ര വലിയ ഒഴുക്ക് കാണുന്നില്ല, മാത്രമല്ല വലിയ ആഴവും കാണുന്നില്ല. അപ്പോൾ അതിന് മുകളിലുള്ള ഭാഗത്താണോ വലിയ ആഴമുള്ളത്? അതോ ഈ ശുചീകരണ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം മറ്റോ വരികയോ കുഴഞ്ഞു വീഴുകയോ ചെയ്തതാകാനാണോ സാധ്യത? നിലവിൽ അങ്ങനെയുള്ള ഒരു പ്രാഥമിക വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ശക്തമായ മഴ തന്നെയാണ് കാരണം. ഇത്തരത്തിൽ മഴ പെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് കണ്ടിരുന്ന പ്രദേശവാസികളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ആണ് അദ്ദേഹം ഇത്തരത്തിൽ വീഴാനുള്ള ഒരു സാധ്യതയും കാണുന്നത് എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അറിയിക്കുന്ന വിവരവും. അരുൺ, ഇത് വളരെ മലിനമായ സ്ഥലമാണ് ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ കൂടുതൽ മാലിന്യ നിക്ഷേപമുള്ള ഒരു സ്ഥലമാണ്. ആ തോട്ടിലാണ് അത് വൃത്തിയാക്കുന്നതിനിടയിൽ ശുചീകരണ തൊഴിലാളിയായ ജോയിയെ കാണാതായിരിക്കുന്നത്. 2 മണിക്കൂറായി കഴിഞ്ഞു. ജോയിയെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ശുചീകരണ തൊഴിലാളിയായ ജോയിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന ഭാഗത്ത് വലിയ ആഴമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ജോയിയെ നമുക്കിതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആശങ്കയുണ്ട്. 2 മണിക്കൂറായിട്ടാണ് മാരായമുട്ടം സ്വദേശി ജോയിയെ ഇപ്പോൾ ആ സ്ഥലത്ത് കാണാതായിരിക്കുന്നത്. അർച്ചന രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. അർച്ചന, ഈ ജോയിയെ കാണാതായ സ്ഥലം കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടിൻ്റെ അടിയിൽ ഈ ജോയിയെ തെരയുന്നുണ്ട് ഉദ്യോഗസ്ഥർ. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്ത് വലിയ ആഴമോ ഒഴുക്കോ ഒക്കെ ഉണ്ടോ? ജോയിയെ കാണാണ്ടായ സ്ഥലം അതാ കാണുന്നതാണ്. ആ സ്ഥലത്ത് വെച്ചാണ് ജോയിയെ കാണാണ്ടായത്. ആ വേസ്റ്റ് കോരുന്ന സമയത്താണ് ജോയിയെ അല്പം മുമ്പ് കാണാണ്ടായതും. ഇത്തരത്തിൽ എന്തായാലും ഫയർഫോഴ്സ് അടക്കം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ വലിയ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതും. അരുൺ, അർച്ചന കേൾക്കാമെങ്കിൽ ഒഴുകിപ്പോകാനുള്ള വേണ്ടത്ര ശക്തിയുള്ള ഒഴുക്ക് ആ ഭാഗത്തില്ല അല്ലേ?
അതെ അതെ, നിലവിൽ ഒഴുകിപ്പോകാവുന്ന ഒരു ശക്തമായ ഒഴുക്ക് അവിടെ ഇല്ല. പക്ഷേ മഴ പെയ്ത സാഹചര്യത്തിൽ ഒരു ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് കണ്ടിരുന്ന പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിൽ ആ ഒരു ഒഴുക്ക് മൂലം തന്നെയാണ് അദ്ദേഹം വീണതെന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളോട് അറിയിക്കുന്നതും. എന്തായാലും ശക്തമായ മഴ തന്നെയായിരുന്നു ജോയി ഈ തോടിനുള്ളിൽ ഇറങ്ങി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശക്തമായ മഴ പെയ്യുന്നതും ആ മഴ പെയ്തപ്പോൾ കാൽ വഴുക്കി ആ തോട്ടിൽ വീഴുകയും ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അതെ 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 അതെ, ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം തോട്ടിലുണ്ടായിരുന്നു. തോട്ടിൽ ഈ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ നന്നാക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം തോട്ടിലേക്ക് വീഴുകയും അല്ലെങ്കിൽ വഴുകി വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം വഴുതി വീണ പ്രദേശത്ത് തന്നെ, എനിക്കൊന്ന് ആ പരിസരത്ത് തന്നെ കാണപ്പെടേണ്ടതാണ്. കാരണം ഒഴുകിപ്പോകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ ആ പരിസരത്ത് അദ്ദേഹം വീണപ്പോൾ അവിടെ വലിയ കയങ്ങളോ ചുഴിയോ ഒന്നും ഇല്ലല്ലോ, ചെറിയ തോടാണ്. അപ്പോൾ വലിയ ആഴമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന സ്ഥലത്ത് അരയ്ക്കൊപ്പം വെള്ളം മാത്രമല്ലേ അവിടെ കാണാൻ കഴിയുന്നുള്ളൂ അർച്ചന? അതെ, ചെറിയൊരു വെള്ളം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഇത്രയും 2 മണിക്കൂറായിട്ടും അദ്ദേഹം എവിടെ പോയി എന്നൊരു ചോദ്യം വലിയ ചോദ്യം ചിഹ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഒരു ആഴമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഒരു സംശയത്തിൽ തന്നെയാണ് അവർ ഒരാളിപ്പോൾ വെള്ളത്തിനടിയിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മാരായമുട്ടം സ്വദേശിയായ ജോയി 2 മണിക്കൂർ മുമ്പാണ് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായിരിക്കുന്നത്. വലിയ ഒഴുക്ക് ആ ഭാഗത്തില്ല, പക്ഷേ മലിനജലവും മലിന വസ്തുക്കളും അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിനിടയിൽ ഇനി ഇദ്ദേഹം പെട്ടുപോയിട്ടുണ്ടാകുമോ, കാലുകൾ ഏതെങ്കിലും മലിന വസ്തുക്കളിൽ കുടുങ്ങിയിട്ടുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും വലിയ ആഴം ആ ഭാഗത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ തെരച്ചിൽ തുടരുകയാണ്. വലിയ ശക്തമായ ഒഴുക്കും ഒരാളെ ഒഴുക്കിക്കൊണ്ട് പോകത്തക്ക രീതിയിലുള്ള ഒഴുക്കും നമുക്ക് ആ തോട്ടിൽ കാണാൻ കഴിയുന്നില്ല. പിന്നീട് എന്ത് സംഭവിച്ചു ജോയിക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിരവധി ആളുകൾ പറയുന്നത്, ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത് അർച്ചന, കയറിട്ടൊക്കെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും പിടിച്ചു കയറാൻ സാധിച്ചില്ല എന്നാണ്. അപ്പോൾ വഴിക്ക് വീണുപോയി എന്നാണോ നമ്മളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചയാൾ പറഞ്ഞത്? അതെ 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 അതെ, കയറിട്ട് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് പിടിച്ചു കയറാൻ സാധിച്ചില്ല. ആ സമയത്തടക്കം അവിടെ ആളുകൾ അല്ലെങ്കിൽ ഈ ആമഴഞ്ചാതോടെ പരിസരങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ കയറിട്ട് കൊടുക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന് നടത്തിയത്. പക്ഷേ ആ ഒരു ശ്രമവും വിഫലമാവുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു ശ്രമത്തിലൂടെ കര കയറാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം താഴേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അർച്ചനയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാരായമുട്ടം ജോയി എന്ന ശുചീകരണ തൊഴിലാളിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ താഴേക്കുള്ള ഭാഗത്തേക്ക് തെരച്ചിൽ തുടരുന്നുണ്ടോ അർച്ചന? അതെ, താഴേക്കുള്ള ഭാഗങ്ങളിലെല്ലാം തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. താഴേക്ക് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ അധികൃതർ തന്നെ താഴേക്ക് എത്തി ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതായത് തിരച്ചിൽ നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അവിടെയെല്ലാം നമുക്ക് കാണാം, ദൃശ്യങ്ങളെ കാണുന്ന പോലെ ഒരുപാട് വേസ്റ്റുകളടക്കം മാലിന്യങ്ങളടക്കമുണ്ട്. ആ മാലിന്യങ്ങളെല്ലാം നീക്കി തന്നെയാണ് അവർ ഇത്തരത്തിൽ നടപടികൾ അല്ലെങ്കിൽ തെരച്ചിൽ തുടരുന്നതും.